ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഉപ്പുമാവ് ഒന്ന് സിമ്പിളായിട്ട് തോന്നാം, പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റുള്ള, ഉപ്പുമാവ് ഇഷ്ടമല്ലാത്തവർക്കും ഇഷ്ടപ്പെടാൻ പാകത്തിന് നല്ല സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇങ്ങോട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ സവാള ഒരെണ്ണം, ഒരു പച്ചമുളക്, കടുക്, ഉലുവ. ആദ്യമേ എണ്ണയും നെയ്യും കൂടെ ഒന്ന് മിക്സ് ചെയ്തൊഴിച്ച് ഉലുവയും കടുകും ഒന്ന് പൊട്ടിച്ചെടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ അതോടെ ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല. ശേഷം പൊടിയായിട്ട് അരിഞ്ഞ സവാള ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് പൊടിയായി അരിഞ്ഞ കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വേറൊരു പാൻ വെച്ചിട്ട് നമുക്ക് ഒരേ സമയം തന്നെ രണ്ടും ചെയ്തെടുക്കാം. അപ്പോൾ കിഴങ്ങ് അങ്ങ് ഫ്രൈ ആയി വരുമ്പോഴത്തേനും ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് സ്വല്പം കാഷ്യൂനട്ട് ഒന്ന് ക്രഷ് ചെയ്തതോടെ ഇട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് 1.5 കപ്പ് റവ നമുക്ക് ഇട്ട് കൊടുക്കാം. റവയും ഉള്ളിയും എല്ലാം കൂടെ ഇനി നെയ്യ് കിടന്ന് നല്ലതുപോലെ ഒന്ന് വറന്ന് നല്ലൊരു സ്മെല്ല് വരണ വരെ വറുത്തെടുക്കണം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ കിഴങ്ങ് കരിഞ്ഞു പോകാതെ ഇളക്കിയും കൂടെ കൊടുക്കണം. അപ്പോൾ അതേ കിഴങ്ങൊക്കെ പൊരിഞ്ഞ് സെറ്റായി. അപ്പോൾ അത് നമുക്കൊന്ന് വാങ്ങി മാറ്റി വയ്ക്കാം. ശേഷം റവ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു 2 മിനിറ്റ് നല്ലതുപോലെ ചെറു തീയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ എത്രയാണോ റവ എടുത്ത് അതിനിപ്പോൾ 1 കപ്പ് റവയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം, അങ്ങനെ വേണം നമുക്ക് വെള്ളം എടുക്കാൻ കേട്ടോ. ആ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ഉപ്പിട്ട് തിളപ്പിച്ചെടുത്തിട്ട് അത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്ക് റവ കട്ട കെട്ടാണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ശേഷം 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ച് തീ ഓഫ് ചെയ്തിട്ട് മൂടി മാറ്റി ഇതുപോലെ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. സോ ഒരു 1-2 സെക്കൻഡ് ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലതുപോലെ കട്ടയൊക്കെ വിട്ട് ഒന്നി തൊടാതെ കിട്ടും കേട്ടോ ഉപ്പുമാവ്. ഇനി തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നല്ല പച്ച തേങ്ങ 1 കപ്പും ആ വറുത്ത് കോരി വെച്ചിട്ടുള്ള കിഴങ്ങും കൂടെ ചേർത്ത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി കേട്ടോ. ഇനി നമ്മുടെ മക്കൾസ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഏതൊരു പച്ചക്കറിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്തോ വഴറ്റിയോ ഒക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പച്ചക്കറി കഴിക്കുകയും ചെയ്യും, ഉപ്പുമാവ് ഇഷ്ടമല്ലാത്തവർക്കും നല്ലതുപോലെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ കിഴങ്ങൊക്കെ ഇഷ്ടമുള്ള മക്കൾസ് ആണെങ്കിൽ കുറച്ചധികം കിഴങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പഴമോ അല്ലെങ്കിൽ വെറുതെ പഞ്ചസാര തൂവിയിട്ടാണെങ്കിലും നമുക്കങ്ങ് കഴിക്കാം കേട്ടോ. എൻ്റെ മക്കൾസ് ഒരു ഉപ്പുമാവ് ഫാൻസേ അല്ല. ഉപ്പുമാവെന്ന് പറയുമ്പോൾ തന്നെ മുഖം ചുളിക്കുന്ന മക്കൾസ് ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ആസ്വദിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കണ്ട. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്നേ. അപ്പോൾ ഉപ്പുമാവ് ഇഷ്ടപ്പെടാത്തവരെ നമുക്ക് ഉപ്പുമാവിൻ്റെ ഫാനാക്കി മാറ്റാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ, നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ മതി. അപ്പോൾ ഇഷ്ടമുള്ള പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കൂടെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണും വരേക്കും. ബൈ ഫ്രണ്ട്സ്.